മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 551 പുരുഷ വോട്ടർമാരും 605 സ്ത്രീ വോട്ടർമാരും അടക്കം 1156 വോട്ടർമാരുള്ള 10ാം വാർഡായ കാട്ടുങ്ങച്ചിറ വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചാത്തൻ മാസ്റ്റർ ഹാളിന് എതിർവശത്തുള്ള പുറമ്പോക്ക് റോഡ് വഴി 37ാം നമ്പർ അംഗൻവാടി വഴി പുഞ്ചപ്പാടം അതിർത്തി വഴി പെരുന്തോട് കൈ വഴി വിളക്കുപാടം ബണ്ട് വരെയും, കിഴക്ക് വിളക്കുപാടം ബണ്ട് റോഡ് മുതൽ പെരുന്തോട് വഴി കക്കാട്ട് അമ്പലം റോഡ് വരെയും, തെക്ക് പെരുന്തോട് മുതൽ കക്കാട്ട് ടെമ്പിൾ റോഡ് വഴി കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് വരെയും, പടിഞ്ഞാറ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ കക്കാട്ട് ടെമ്പിൾ റോഡ് മുതൽ ചാത്തൻ മാസ്റ്റർ ഹാളിന് മുൻവശത്തുള്ള പുറമ്പോക്ക് റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി ജോഫി ബോസ്, LDF സ്ഥാനാർത്ഥിയായി നീതു അജിത്, NDA സ്ഥാനാർത്ഥിയായി രമ്യ കൃഷ്ണകുമാർ എന്നിവരാണ് ജനവിധി തേടുന്നത്. പ്രധാന വിഷയങ്ങൾ നമ്മുടെ വികസനത്തിൻ്റെ ബാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ശാഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള വികസനങ്ങൾ, അതിലൊന്നാമത്തെ കാര്യം കൈപ്പുളിത്തറയിലെ കുടിവെള്ള പ്രശ്നം, പിന്നെ കോക്കനികാട് പ്രദേശത്തെ ഒരു റോഡ്. കാരണം ഒരുപാട് പേര് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു ഇട റോഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും സൗകര്യമായിരിക്കും. ഭൂരിപക്ഷം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഭൂരിപക്ഷത്തിൻ്റെ ഇത് കുറവുണ്ടായിരുന്നു. പിന്നെ ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് BJPയും LDFും ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളായാലും മറ്റ് ഇട റോഡുകളായാലും പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു പോരായ്മ. എന്നാലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള മേഖലകൾ ചെയ്തിട്ടുണ്ട്. ചാത്തൻ മാഷുടെ ആ ഒരു ഹാള് പുനരുദ്ധരിച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷീ ലോഡ്ജ് വികസിപ്പിച്ച് പണികൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റോഡ് വഴിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് തന്നെ കൈപ്പുളിത്തറയിലെ കുടിവെള്ള പ്രശ്നം, പിന്നെ കോക്കാനിക്കാട്ടിലെ ഇത്രയും പേർക്കൊരു സഹായമായിട്ടൊരു ബൈപ്പാസ് റോഡ്, കക്കാട്ടമ്പലത്തിൻ്റെ ഭാഗത്തുള്ള സൈഡ് കോൺക്രീറ്റ് കെട്ടിയിട്ട് വീതി കൂട്ടി എടുക്കാനായിട്ട് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് റോഡ് വീതി കൂട്ടാൻ ആ ഒരു പദ്ധതി കൂടി ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ ഈ ജനസമ്പർക്കത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ജനങ്ങളെന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. റോഡിൻ്റെ ശോചനീയാവസ്ഥ ഞാനൊരു സ്ഥാനാർത്ഥി അല്ലാതെ തന്നെ ഒരു പൊതുജനമായിട്ട് ഇത് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ രാവിലെ ഡെയിലി എൻ്റെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അതിനൊരു പ്രതിവിധി കാണാത്ത ആളുകൾ അടുത്ത 5 വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധി കാണുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവർ പറയുന്നുണ്ട്. അതിൽ എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ അവർ പറയുന്നത് കരുവന്നൂർ, നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ മിക്ക ആളുകളും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരാണ്. അവർ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതുപോലെ പെൻഷൻ പദ്ധതി പ്ലാൻ പ്രകാരമൊക്കെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പല നിക്ഷേപകരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി തീർച്ചയായിട്ടും നമുക്ക് കാണാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ UTI ബാങ്ക്, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലെ പല നിക്ഷേപകരെയും ഞാൻ നേരിൽ കാണുകയും അവരെന്നോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ്, അതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അടുത്ത ഒരു 5 വർഷം ഞങ്ങൾക്ക് തരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല വികസനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയല്ല, ഞങ്ങളുടെ വികസന പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ചില കേന്ദ്ര ഭരണത്തിനുള്ള ചില പദ്ധതികൾ എല്ലാ വീടുകളിലേക്കും എത്തുന്നില്ല എന്നൊരു പരാതി അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആ പദ്ധതികൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അതിന് ഞാൻ എന്തായാലും അതിനുള്ള എല്ലാ സേവനങ്ങളും അവർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വികസനം, അതാണ് എൻ്റെ ലക്ഷ്യം. അതായത് വാർഡിൻ്റെ വികസനം, അതിലൂടെ ഇരിഞ്ഞാലക്കുടയുടെ വികസനം, വികസിത ഇരിഞ്ഞാലക്കുട എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒന്ന് റോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡ് പല ഭാഗങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം. അപ്പോൾ അതിന് തീർത്തും അതിനൊരു പ്രതിവിധി എളുപ്പത്തിൽ തന്നെ കാണും. പിന്നെ നമ്മളുടെ ഇപ്പോൾ റോഡിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്, കാനയില്ലാത്തതുകൊണ്ട് നടക്കാനൊരു സ്ഥലമില്ല ആളുകൾക്ക്, പുല്ലുമൊക്കെ ഇട്ട്. അപ്പോൾ പല വീട്ടുകാരും അതിനെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പം അതിനുള്ളൊരു പ്രതിവിധിയും എത്രയും പെട്ടെന്ന് തന്നെ കാണും. പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വാസയോഗ്യമായ യാത്രാ സൗകര്യം ചെയ്യുന്ന റോഡുകൾ സൃഷ്ടിക്കുക,
അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴികളിൽ ഈ കാട് പിടിച്ച് കിടക്കുന്നത് ക്ലീൻ ചെയ്യുക, പിന്നെ ലൈറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. പൊതുവായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ലൊരു സൗകര്യപ്രദമായ റോഡ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അംഗൻവാടി പ്രദേശങ്ങളിലേക്കുള്ള ആ കുളം അത് നന്നായിട്ട് മലിനമുക്തമാക്കി കൈവരി സൃഷ്ടിച്ച് ആളുകൾക്ക് അപകടങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ കൈവരി സൃഷ്ടിക്ക് നല്ല രീതിയിൽ പരിപാലിക്കാനാണ് എൻ്റെ തീരുമാനം. കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നമ്മൾ ദിവസം യാത്ര ചെയ്യുന്ന റോഡ്, അതായത് ഡാണ ബൈപ്പാസ് അത്തരം വഴികളിലൊക്കെ ഇപ്പോഴും ദുർഘടമാണ്. കാരണം ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ജീവൻ രക്ഷപ്പെട്ട് തിരിച്ച് അവിടെ എത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണെന്ന്. കാരണം കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പോലും എൻ്റെ മകളുമായിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഓരോ കുഴികളും ആളുകളെ മരണത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള കുഴികളാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും എത്രയോ ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വികസനം എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നണില്ല കണ്ടിട്ട്. ഇത്രയും 5 വർഷക്കാലം കൊണ്ട് ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഒരു വികസനം ഉണ്ടായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ 5 വർഷക്കാലം കൊണ്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കുടുംബശ്രീകൾ, പിന്നെ ആരോഗ്യരംഗത്ത്, കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ, സാമൂഹിക ക്ഷേമ പെൻഷൻ എന്നീ ഒട്ടനവധി മേഖലകളിലാണെങ്കിലും നല്ല ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും, അതായത് കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ പരത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രാൻഡ് അനുവദിക്കുക, അതുപോലെ ഉച്ചഭക്ഷണം, അതുപോലെ അവരുടെ ആനുകൂല്യങ്ങൾ, പഠന നിലവാരം ഉയർത്തുക, തിരികെ സ്കൂളിലേക്ക് എന്നുള്ള നമ്മൾ കണ്ടിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ തിരിച്ച് സ്കൂളിലേക്ക്, ഹൈടെക് സ്കൂളിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ മുന്നോടിയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ കാട്ടുകഞ്ചിറ സെൻറ്ററിൽ, അതായത് കാട്ടുകഞ്ചിറ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഒരു വലിയ കനാലുണ്ട്. അത് വന്ന് എത്തിച്ചേരുന്നത് നമ്മുടെ പാടത്താണ്. അതായത് എൻ്റെ വീടോട് ചേർന്ന് ആണ് ഈ കനാൽ പോകുന്നത്. അവിടെ മഴക്കാലം വരുമ്പോൾ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് മലിനജലവും അല്ലാതെ ഗാർഹികമായിട്ടുള്ള വേസ്റ്റുകൾ, അല്ലാതെ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റുകൾ, പുല്ല്, മണ്ണ്, മരം, അങ്ങനെ എല്ലാം വന്ന് തങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൂടെ പോയി അവിടെ സ്റ്റക്കായി വീണ്ടും വെള്ളം വീടുകളിലേക്കും, അതായത് കൃഷി സ്ഥലത്തിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴജന്തുക്കളും പാമ്പും എല്ലാം ഒഴുകി വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു അവസരം കിട്ടി, ഞാനൊരു ജനപ്രതിയായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കനാലിനെ അത്യാവശ്യം ജലം ഒഴുക്കി വിട്ട് പാടത്തേക്ക് സുഗമമായി പോയി വീടുകളിൽ വെള്ളം കയറാതെ നല്ല രീതിയിൽ ജലം ഒഴുക്കി വിടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും എന്നാണ്.